കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് കൊറിയൻ വാഹന ബ്രാൻഡായ ഹ്യുണ്ടായി മോട്ടോർ കമ്പനി ഇന്ത്യയിലെത്തിയിട്ട് 28 വർഷങ്ങൾ പിന്നിടുകയാണ്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യക്ക് സെഡാൻ, ഹാച്ച്ബാക്ക്, SUV, ഇലക്ട്രിക് വാഹനങ്ങൾ ഇങ്ങനെ നീണ്ട നിരയാണ് വാഹന ശ്രേണിയായി ഉള്ളത്. ഈ ഒരു വാഹന ബ്രാൻഡ് 2021 6-7 സീറ്റർ കോൺഫിഗറേഷനിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച SUV ആണ് അൽക്കസാർ. അൽക്കസാറിന് 3 വർഷങ്ങൾക്ക് ശേഷം 2024 സെപ്റ്റംബർ 9 അവർ ഒരു പരിഷ്കരിച്ച പതിപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നും എല്ലാവർക്കും സ്വാഗതം. രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് കുറച്ച് ഒട്ടകങ്ങളും ചുട്ടുപൊള്ളുന്ന മണലും ഒക്കെ തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അതിലും വലുതായി തന്നെ പറയാൻ പറ്റും. രാജസ്ഥാൻ്റെ മറ്റൊരു മുഖമാണ് അരവല്ലി മൗണ്ടൻ റേഞ്ചസ്. അരവല്ലി മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നാൽ 670 കിലോമീറ്റർ പരന്ന് കിടക്കുന്ന വലിയ പർവ്വതനിരകളാണ്, വലിയ പച്ചപ്പാണ്. നമുക്കിപ്പോൾ ഈ കാണാം ഒരുപാട് മലനിരകളുടെയൊക്കെ മധ്യത്തിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഹ്യുണ്ടായി അൽക്കസാറുമായിട്ട് വീണ്ടും ഇതിലെ ഒരു മല കയറുകയാണ്. നേരത്തെ ടാറ്റ curve.tvയുമായിട്ട് അരാവലി മൗണ്ടൻ്റെ ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ഉണ്ട്, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, അഡാസ് ലെവൽ 2 സൗകര്യങ്ങളുണ്ട്. രാജസ്ഥാനിലും ഡൽഹിയിലൂടെയും ഹരിയാനയിലൂടെയും അഹമ്മദാബാദിലൂടെയും ഒക്കെ തന്നെയും ഈ അരാവലി പർവ്വതനിരകൾ അതിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. 670 കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഒരു പച്ചപ്പാണിത്. ഈ മലകളുടെ ഇടയിലൂടെ നമ്മൾ ഈ ഒരു ഓൾ ന്യൂ ഹ്യുണ്ടായി അൽക്കസാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഇത്രയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം, അതായത് 19 അഡാസ് ലെവൽ 2 സൗകര്യങ്ങളാണ് ഈ വാഹനത്തിനകത്ത് ഉള്ളത്. 40 സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഉണ്ട്, 70-ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉയർന്ന വേരിയൻറ്റുകളിലുമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വാഹനം ഓടിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ചും ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു SUV ആണെങ്കിലും ഏതൊരു വാഹനമാണെങ്കിലും വാഹനം പിന്നോട്ടുരുളുമോ എന്നുള്ളൊരു വലിയ ഭയം വാഹനം ഓടിക്കുന്ന മിക്ക പുരുഷന്മാർക്കും അതിലേറെ സ്ത്രീകൾക്കും എനിക്കും എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ടെൻഷനില്ല. അതായത് സേഫ്റ്റി റിച്ച് ആയിട്ടുള്ള ഒരു വാഹനം, എല്ലാ രീതിയിലും ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഒരു വാഹനവും ഓടിച്ചുകൊണ്ട് ഈ പർവ്വതനിരകൾക്കിടയിലൂടെ പോകാൻ പറ്റുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഹ്യുണ്ടായി അൽക്കസാറിലൂടെ അത്തരമൊരു യാത്രയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിലേറെ പറയാനുള്ളത്, ഇതിനകത്തേക്ക് ട്രാക്ഷൻ മോഡ് വന്നിട്ടുണ്ട്. 3 മോഡുകളുണ്ട്. മഡ്, സാൻഡ്, സ്നോ മോഡുണ്ട്. അപ്പോൾ ഇത്തരം ദുർഘടം പിടിച്ച വഴി കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും പാറയും ഇളകുന്ന മണ്ണും ഒക്കെ തന്നെയാണ്, ഇതൊരു സ്മൂത്ത് റോഡേ അല്ല. അപ്പോൾ ട്രാക്ഷൻ മോഡ് ഓൺ ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ഉയരത്തിലേക്ക് വന്നത്. ഹ്യുണ്ടായി അൽക്കസാർ പുത്തൻ പതിപ്പുമായി മത്സരിക്കുന്നത് ടാറ്റ സഫാരി, മഹീന്ദ്ര XUV 700, MG, ഹെക്ടർ പ്ലസ് എന്നീ വാഹനങ്ങളാണ്. ഈ വാഹനം എത്തുന്നത് 9 കളറുകളിൽ, അതായത് മൊണോട്ടോൺ കളറുകളിലും 2 ഡ്യുവൽ ഓപ്ഷനിലുമാണ്. അവർ പുതിയതായി ഒരു കളർ അവതരിപ്പിച്ചിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ഒരു കളറാണ്. എമറാൾഡ് ഗ്രീൻ എന്ന് പറയുന്ന നിറത്തിൽ ഹ്യുണ്ടായി അൽക്കസാർ എത്തിയിട്ടുണ്ട്. ഹ്യുണ്ടായിയുടെ മറ്റ് മോഡലുകളെ പോലെ ഹ്യുണ്ടായി അൽക്കസാർ അത്ര വലിയ സൂപ്പർ ഹിറ്റ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലെ കുറവുകൾ നികത്തി കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് ഹ്യുണ്ടായി അൽക്കസാർ 2024 വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഈ വാഹനം ക്രെറ്റയുടെ ചേട്ടനായി തന്നെ വരും. ഈ വാഹനം ഇപ്പോൾ ലഭിക്കുന്നത് 2 എൻജിൻ ഓപ്ഷനിലാണ്. 1.5 ലിറ്റർ ടർബോ പെട്രോളിലും 1.5 ലിറ്റർ ഡീസൽ ഓപ്ഷനിലും ലഭിക്കുന്നുണ്ട്. ഈ വാഹനം ഇപ്പോൾ അവർ വില അവതരിപ്പിച്ചപ്പോൾ ഇതിലേറ്റവും കൗതുകമായി തോന്നിയത് ഡീസൽ പെട്രോൾ പതിപ്പുകളുടെ വിലകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാണ്. അതായത് ബേസ് വേരിയൻറ്റുകളുടെ വിലകൾ തമ്മിൽ ഡീസൽ പെട്രോൾ പതിപ്പുകൾ തമ്മിൽ 1 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. എന്നാൽ പിന്നീടുള്ള 3 വേരിയൻറ്റുകളുടെ വിലയും, അതായത് പെട്രോൾ പതിപ്പിൻ്റെ വിലയും ഡീസൽ പതിപ്പിൻ്റെ വിലയും തുല്യമാണ് എന്നുള്ളതാണ്. എന്തിനായി അവർ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ശരിക്കും നേരത്തെ ഉള്ള അൽക്കസാറിൻ്റെ 60% സെയിൽ നടന്നിരുന്നത് അതിൻ്റെ ഡീസൽ പതിപ്പിലാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഡീസൽ വേരിയൻറ്റുകൾ കൂടുതൽ
വിറ്റുപോകട്ടെ എന്ന് കരുതിയായിരിക്കാം വാഹന നിർമ്മാതാക്കൾ വിലയിൽ ഈ മാജിക് കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഡീസൽ പതിപ്പിന് 20.4 മാനുവൽ ട്രാൻസ്മിഷനിൽ അവർ ഫ്യൂവൽ എഫിഷ്യൻസി പറയുന്നതും. അപ്പോൾ എങ്ങനെ ഡീസൽ പെട്രോൾ വിലകൾ ഇങ്ങനെ തുല്യമാക്കാൻ പറ്റി എന്ന്, ഉയർന്ന വേരിയൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ശരിക്കും ഡീസൽ പതിപ്പിൽ അവർ സ്പെയർ വീൽ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ പനോരമിക് സൺറൂഫ് ഡീസൽ പതിപ്പിൽ എത്തിയിട്ടില്ല എന്നും പറയുന്നു. എക്സിക്യൂട്ടീവ്, പ്രസ്റ്റീജ്, പ്ലാറ്റിനം, സിഗ്നേച്ചർ എന്നിങ്ങനെ 4 വേരിയൻറ്റുകളിലാണ് ഹ്യുണ്ടായി അൽക്കസാർ ലഭിക്കുന്നത്. ഇതിൽ 1.5 ലിറ്റർ ടർബോ പെട്രോൾ പതിപ്പിൻ്റെ വില തുടങ്ങുന്നത് 14,99,000 രൂപ മുതൽ അതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 21,19,900 രൂപയാണ്. അതുപോലെ ഡീസൽ പതിപ്പിൻ്റെ വില 15,99,000 രൂപ മുതൽ 21,19,900 രൂപ വരെയാണ്. അതുപോലെ തന്നെ ഉയർന്ന ഫ്യൂവൽ എഫിഷ്യൻസിയാണ് ഡീസൽ പതിപ്പിൽ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് ഡീസൽ വാഹനം ഓപ്റ്റ് ചെയ്യും എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ പതിപ്പിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുമാണ് എത്തുന്നത്. അരവല്ലി പർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ചുറ്റോടി ചുറ്റും അതിമനോഹരമായ പാലസാണ്. അതേപോലെ തന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരുപാട് പർവ്വത നിരകളാണ്. അപ്പോൾ ഇതിനിടയിൽ ഇതെന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും മനോഹരമായിട്ടുള്ള ഒരു 7 സീറ്റർ 6 സീറ്റർ കോൺഫിഗറേഷനുള്ള SUVയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അൽക്കസാറിൻ്റെ ബോൾഡ് ന്യൂ ലുക്ക് എങ്ങനെയുണ്ട്, അതായത് ഒരു സ്റ്റണ്ണിങ് ലുക്കിലാണ് ഈ ഒരു SUV എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി വാഹന നിർമ്മാതാക്കൾ എന്തൊക്കെ നൽകിയിട്ടുണ്ട്, എന്തൊക്കെ കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് അവരുടെ പുറം കാഴ്ചയിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്, അത്തരം വിശേഷങ്ങളിലേക്ക് പോകാം. ദി ഓൾ ന്യൂ ഹ്യുണ്ടായി അൽക്കസാറിൻ്റെ മുൻഭാഗത്തെ ഒരു പുതുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ ഹൂഡ് ഡിസൈൻ വന്നു എന്നുള്ളതാണ്. ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു ബോൾഡ് SUV സ്വഭാവത്തിന് അത് ഒരുപാട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ LED DRLs ആണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായി ഹ്യുണ്ടായി ഇറക്കുന്ന വാഹനങ്ങളുടെ എല്ലാം LED DRLകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് H ഷേപ്പിലുള്ള LED DRL. അതിനകത്തേക്ക് സീക്വൻഷ്യൽ രീതിയിൽ ഒരു എലിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗങ്ങളായിട്ട് ഇതിൻ്റെ LED ഹെഡ്ലൈറ്റാണ്. പുതുമ വന്നിരിക്കുന്ന മറ്റൊന്ന്, ഇത് കണക്റ്റഡ് DRL ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിയർ ഡിസൈനിലും ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. റേഡിയേറ്റർ ഗ്രിൽ ബ്ലാക്ക് കളർ ആക്കിയിട്ടുണ്ട്, അത് ഒരു പുതുമയാണ്. പിന്നെ സിൽവർ പ്ലേറ്റഡ് സ്കിഡ് പ്ലേറ്റ് ആണ് മറ്റൊരു പുതുമ. വെൽ ബാലൻസ്ഡായ മികച്ച പ്രൊപ്പോർഷനിലുള്ള ഒരു സ്പോർട്ടി SUV എന്ന ഹ്യുണ്ടായി അൽക്കസാറിനെ തീർച്ചയായിട്ടും പറയാം. അതിൻ്റെ സൈഡ് പ്രൊഫൈൽ അവർ അത്തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 18 ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീലുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് പെയിൻറ്റഡ് ക്ലാഡിംഗ്, അതായത് ഈ ടയറിന് തൊട്ട് മുകളിലായിട്ട് വീലാർച്ചൊക്കെ വന്നിരിക്കുന്നത് ബ്ലാക്ക് പെയിൻറ്റഡ് ക്ലാഡിങ്ങോട് കൂടിയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെ പോകുന്നു. ബ്രിഡ്ജ് ഡിസൈനിലുള്ള റൂഫ് റെയിൽ കുറേ കൂടി സ്പോർട്ടി ലുക്ക് നൽകുന്നു. ORVMൽ ടേൺ ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ക്രോം എലിമെൻറ്റ് ഡോർ ഹാൻഡിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പഴയ അൽക്കസാറിനേക്കാൾ ഹൈറ്റ് അല്പം കുറവാണ് പുത്തൻ അൽക്കസാറിന്. ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർ 30 mm അല്ലെങ്കിൽ 15 mm 75 mm ഒക്കെ തന്നെയും ഡൈമെൻഷനിൽ വർധനവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഹൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രം അവർ ഇപ്പോൾ റൂഫ് റെയിൽ വെച്ച് അതൊന്നും കൂടി ഉയരത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ പോലും ഹൈറ്റിൻ്റെ കാര്യത്തിൽ ചെറിയ MM-ൻ്റെ കുറവ് ഉണ്ട് എന്നുകൂടി പറയുന്നു. പുത്തൻ അൽക്കസാറിൻ്റെ റിയർ ഡിസൈൻ കൂടുതൽ സ്പോർട്ടിയാണെന്ന് പറയേണ്ടി വരും. പുതിയ സ്പോയിലർ വന്നിട്ടുണ്ട്, പുതിയ കണക്റ്റഡ് LED ടെയിൽ ലാമ്പ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റർ ആണ് കാണുന്നത്. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ കാണാം അൽക്കസാർ എന്ന് പറയുന്ന ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ബാഡ്ജിങ് വന്നിരിക്കുന്നു. സിഗ്നേച്ചർ എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റാണ് നമ്മളോടൊപ്പം ഉള്ളത്. മുന്നിലെ പോലെ തന്നെ പിന്നിലായിട്ടും പിന്നെ സിൽവർ പ്ലേറ്റഡ് സ്കിഡ് പ്ലേറ്റ് വന്നിട്ടുണ്ട്. സെൻസേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയും ഒക്കെ തന്നെയും വന്നിട്ടുണ്ട്. അൽക്കസാറിൻ്റെ ബൂട്ട് സ്പേസ് ഇങ്ങനെ കാണുമ്പോൾ 180 ലിറ്റർ മാത്രമാണ്. മൂന്നാം നിര പൂർണ്ണമായും നമ്മൾ മറിച്ചിടുമ്പോൾ ഈ വാഹനത്തിന് 579 ലിറ്റർ ബൂട്ട് സ്പേസ് ലഭ്യമാകും. പുത്തൻ അൽക്കസാറിൻ്റെ ഇൻറ്റീരിയർ തീം
ഇഷ്ടമായി. ബ്ലാക്കും ലൈറ്റ് ബ്രൗണും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിലാണ് ഇതിൻ്റെ സീറ്റ് അപ്പോൾസ്ട്രി ആണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും ഒക്കെ തന്നെ വരുന്നത്. ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ പുതിയതാണ്. അതിൽ ഏറ്റവും ഇന്നോവേറ്റീവായി തോന്നുന്നത് കർവി സ്വഭാവമുള്ള നീളത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കൂടി വരുന്ന ഒറ്റ സിംഗിൾ പാനലാണ്. ഇതിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 10.25 ഇഞ്ച് വലിപ്പത്തിലും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 10.25 സെൻറ്റിമീറ്റർ വലിപ്പത്തിലും വരുന്നു. സെഗ്മെൻറ്റിലെ ഏറ്റവും വലിപ്പമേറിയ ഒരു സിംഗിൾ പാനലാണ് ഇതെന്ന് പറയാം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 3 ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 ട്രാക്ഷൻ മോഡ് വരുന്നുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് 1.5 ലിറ്റർ ടർബോ പെട്രോളിലുള്ള 7 സ്പീഡ് DCT വാഹനമാണ്. അപ്പോൾ ഇതിനകത്തെ ഒരു സ്റ്റിയറിംഗ് കംഫർട്ട് ആണെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ്, ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ ഇതിൻ്റെ മറ്റൊന്നെന്ന് പറയാനുള്ളത് ഇതിൻ്റെ വെന്റിലേറ്റഡ് സീറ്റുകളാണ്. അതുപോലെ നല്ല തൈ സപ്പോർട്ട് ആണെങ്കിലും തൈ സപ്പോർട്ട് അവർ പുത്തൻ അൽക്കസാറിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സീറ്റിംഗ് കംഫർട്ട് നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ ഇവിടെ ആണെങ്കിലും ഒരു സിൽവർ ടോൺ കൊടുത്താണ് അവരിൻ്റെ ഗിയർ നോബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റുകളായിട്ടും ഇവിടെ കുറേ വന്നിട്ടുണ്ട്. ബോസിൻ്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ക്രോമിൻ്റെ എലിമെൻ്റ് ഒക്കെ തന്നെയും ഡോർ പാനൽസിലായിട്ട് നമുക്ക് കാണാം. ഇൻറ്റീരിയർ തീമിനോട് ചേർന്ന് നിൽക്കുന്ന ഡോർ പാനൽസ് ആണ് ഉള്ളത്. യൂട്ടിലിറ്റി സ്പേസ് അത്യാവശ്യം നൽകിയിട്ടുണ്ട്. ഇനിയും രണ്ടാം നിര വിശേഷങ്ങളിലേക്ക് പോകാം. രണ്ടാം നിരയാണ് പുത്തൻ അൽക്കസാറിൽ അവർ കൂടുതലായിട്ടും മോഡിഫൈ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റോ വെന്റിലേറ്റഡ് ആണ്. ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ വിങ്ഡ് ഹെഡ് റെസ്റ്റ് ആണ് ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള കംഫർട്ടോട് കൂടി തന്നെ ഇതിനകത്തേക്ക് യാത്ര ചെയ്യാം. മറ്റൊന്ന് പറയാനുള്ളത് ഇതിന് തൈ സപ്പോർട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. പഴയ അൽക്കസാറിൽ ബെഞ്ച് സീറ്റുകളായിരുന്നു. അപ്പം ഇവിടെയായിട്ട് ഒരു കപ്പ് ഹോൾഡറൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് ആണ്. അത് ശരിക്കും സൗകര്യം നൽകുന്ന രീതിയിൽ തന്നെ പറയാം. അതായത് ഇപ്പോൾ നമുക്ക് ഇതിനകം ഇതിൻ്റെ സെക്കൻഡ് റോ വളരെ ഇടുങ്ങിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ മറ്റൊരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിൽ കടന്ന് ഒരു വ്യക്തിക്ക് ഡയറക്റ്റായിട്ട് തേർഡ് റോയിലേക്കുള്ള എൻട്രിയും ഇങ്ങനെ ചെയ്തപ്പോൾ സാധ്യമാകുന്നു. അതും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഫങ്ഷനാലിറ്റി നോക്കുമ്പോൾ വളരെ നല്ല കാര്യമായിട്ടെന്ന് തന്നെ പറയാം. നമ്മൾ നേരത്തെ 2021 അൽക്കസാർ ഇറങ്ങിയപ്പോൾ പറഞ്ഞ ന്യൂനതകൾ ഒക്കെ തന്നെയും റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് പുത്തൻ അൽക്കസാറിൽ എന്ന് തീർച്ചയായിട്ടും പറയുന്നു. ഇതിൻ്റെ ഉയർന്ന വേരിയൻറ്റിൽ രണ്ടാം നിരയിലേക്ക് അവർ വയർലെസ് ചാർജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും പുതിയ ഒരു കാര്യമാണ്. മറ്റൊന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഡ്രൈവർ സീറ്റിനും കോ ഡ്രൈവർ സീറ്റും 8 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് ഡ്രൈവർ സീറ്റിൽ മെമ്മറി ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം പുത്തൻ അൽക്കസാറിൽ വന്നിരിക്കുന്ന പുതിയ കാര്യങ്ങളാണ്. ഇനി നമുക്ക് മൂന്നാം നിരയിലേക്ക് കടന്നിരിക്കാം. കൊച്ചുകുട്ടികളെ ലക്ഷ്യമിട്ടാണ് മൂന്നാം നിര എന്ന് എല്ലാവർക്കും പറയും. അത്യാവശ്യ സന്ദർഭങ്ങളിൽ അധികം വലിപ്പമില്ലാത്തവർക്കും സുഖമായിട്ടിരിക്കാം. 5 അടി പൊക്കമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തേർഡ് റോ കംഫർട്ടബിൾ ആണെന്ന് പറയുന്നു. പഴയ അൽക്കസാറിൽ നിന്നും അതിൻ്റെ മൂന്നാം നിര വളരെ ഇടുങ്ങിയതാണെന്നുള്ള ആ ഒരു ന്യൂനത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ നമ്മുടെ ലെഗ് റൂം കൂട്ടാൻ വേണ്ടിയിട്ട് മുന്നിലത്തെ സീറ്റുകൾ മാക്സിമം അതിൻ്റെ പിൻഭാഗം കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൂഫ് ലാമ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാം നിരയിലേക്ക് നമുക്ക് ഈ രണ്ടാം നിര സീറ്റുകൾ ടംബിൾ ചെയ്തിട്ടും അതോടൊപ്പം തന്നെ വാക്ക് ത്രൂ ക്യാബിൻ, അതായത് ഇതിൽ കൂടിയും നടുക്കൂടിയും നമുക്ക് കടന്നിരിക്കാം. അപ്പം മൂന്നാം നിര യാത്രക്കാർക്ക് അത്യാവശ്യം എല്ലാ കംഫർട്ടും ഒരുക്കാൻ വേണ്ടിയിട്ട് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, 2 പേർക്കുള്ള സീറ്റ് ബെൽറ്റും സ്ലൈഡിങ് ഹെഡ് റെസ്റ്റും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ മൂന്നാം നിര പഴയ അൽക്കസാറിനേക്കാളും കൂടുതൽ കംഫർട്ടബിളായി എന്ന് തീർച്ചയായിട്ടും പറയാം. 5 അടി പൊക്കമുള്ള എനിക്ക് ഇവിടെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല എന്നുകൂടി എടുത്തു പറയുന്നു. പുത്തൻ അൽക്കസാർ 2 എൻജിൻ ഓപ്ഷനിലാണ് എത്തുന്നത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിലുള്ള 1.5 ലിറ്റർ ടർബോ പെട്രോളിലുള്ള എൻജിനാണ് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ലഭിച്ചത്. ഇത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും എത്തുന്നുണ്ട്. 253 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 160 PS പവറുമുള്ള 7 സ്പീഡ് DCT വാഹനം, അതായത് 1.5 ലിറ്റർ ടർബോ പെട്രോളിലുള്ള വാഹനമാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ഭയങ്കര കിടിലാണെന്ന് പറയാം. ഈ വാഹനം 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലെത്താൻ 9.5 സെക്കൻഡ് മാത്രം മതി. നമ്മളിങ്ങനെ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് ഈ വാഹനം നല്ല റോഡുകളിലൂടെ ഓടിച്ചു, ഒരു രക്ഷയുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വാഹനം സ്പീഡ് കൈവരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ എല്ലാവിധ സുഖ സൗകര്യവും ഡ്രൈവിങ്ങിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റിയറിംഗ് വളരെ ലൈറ്റാണ്, നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ പറയാനുള്ള ഒന്നെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നമുക്കിതിൻ്റെ ഒരു ഇന്ധനക്ഷമത ടെസ്റ്റ്
ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറഞ്ഞ ദൂരം മാത്രമേ നമ്മൾ ഓടിച്ചിട്ടുള്ളൂ. വാഹന നിർമ്മാതാക്കൾ ഈ 7 സ്പീഡ് DCTയിലുള്ള പിന്നെ 1.5 ലിറ്റർ ടർബോ പെട്രോളിലുള്ള എഞ്ചിനിൽ പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസി 18 കിലോമീറ്റർ ആണ്. അപ്പം ഈ വാഹനത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് കംഫർട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു അൽക്കസാറിൻ്റെ ഒരു സസ്പെൻഷൻ വളരെ മികച്ചതാണ്. NVH ലെവൽസും മികച്ചതായി തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അത്യാവശ്യം വേണ്ട സുഖ സൗകര്യങ്ങളെല്ലാം തന്നെയും വാഹനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ഇന്റീരിയർ തീം ഇഷ്ടമായി. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ വളരെ പ്രതീക്ഷയോടെ അവതരിപ്പിച്ച ഹ്യുണ്ടായി അൽക്കസാറിനെ അടുത്തെറിഞ്ഞപ്പോൾ ഇന്ന് വിപണിയിലുള്ള 6 and 7 സീറ്റർ കോൺഫിഗറേഷനിലുള്ള SUVയോട് കിടപിടിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ മികച്ച ഡ്രൈവിംഗ് അനുഭവം ഒക്കെ നൽകാൻ പറ്റുന്ന ഒരു SUVയാണ് ഹ്യുണ്ടായി അൽക്കസാർ. അപ്പം ഇതിൻ്റെ വിലയും നമ്മളെ ആകർഷിക്കുന്നതാണ്. കോമ്പറ്റീറ്റേഴ്സുമായി തട്ടിച്ചു നോക്കിയാൽ ഒരു കാര്യത്തിലും ഈ വാഹനത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. മികച്ച ഡ്രൈവിംഗ് അനുഭവമാണ്, മികച്ച ഫ്യൂൽ എഫിഷ്യൻസിയാണ് വാഹനം നൽകുന്നത്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ ഉദയ്പൂരിൽ നിന്നും എല്ലാവർക്കും ഗുഡ് ബൈ.